വിശദമായ വാർത്തയിലേക്ക്. ബഫർ സോണിൽ സമ്പൂർണ്ണ വിലക്ക് പ്രായോഗികമല്ലെന്ന് സുപ്രീം കോടതി. മനുഷ്യനെ ഇറക്കിവിട്ട് പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകില്ല. കേന്ദ്രത്തിന്റെ ഈ വാദത്തോട് യോജിപ്പെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ വാദം തുടരും. വിവരങ്ങളുമായി ടി ആതിര ചേരുന്നു. ആതിര, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്? അശ്വതി, വളരെ നിർണായകമായ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂണിലുണ്ടായ ബഫർ സോൺ വിധിയിൽ മോഡിഫിക്കേഷൻ വേണമെന്നാവശ്യപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷയും അതുപോലെ തന്നെ അതിൽ ഇളവ് നേടിക്കൊണ്ടുള്ള കേരളം നൽകിയിട്ടുള്ള അപേക്ഷയുമാണ്. ഇത് രണ്ടുമാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഇതിൽ നിന്ന് അമിക്കസ് ക്യൂറിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും വിശദമായ വാദം തന്നെ കോടതി ഇന്ന് കേട്ടു. ആ വാദത്തിനിടെയാണ് വളരെ നിർണായകമായ നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ അമിക്കസ് ക്യൂറി പ്രധാനമായും കോടതിയെ അറിയിച്ചത് ഈ വിധിയിലെ ചില നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ബഫർ സോൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മേഖലകളിൽ പോലും ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിലുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് മുന്നോട്ടു പോകുന്നതിന് പ്രത്യേക അനുമതി വാങ്ങണമെന്ന നിർദ്ദേശവും നേരത്തെ വിധിയിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നേരത്തെ വിധിയിലുള്ളത്, ഈ ഒരു ഉത്തരവ് നിലവിൽ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള മേഖലകൾ, കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ച മേഖലകൾ, വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് പ്രപ്പോസൽ നൽകിയ മേഖലകൾ, ഈ മേഖലകൾക്കെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഈ നിർദ്ദേശം സൃഷ്ടിച്ചു എന്നാണ് കോടതിയിൽ ഇന്ന് അമിക്കസ് ക്യൂറിയും ഒപ്പം അഭിഭാഷകരും ഉന്നയിച്ചത്. ഈ ഒരു വാദം കേട്ടുകൊണ്ടാണ് കോടതി സമ്പൂർണ്ണ വിലക്ക് പ്രായോഗികമല്ല, ഇതൊരു ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന രീതിയിലുള്ള ഒരു സ്വയം വിമർശനത്തിലേക്ക് എത്തിയത്. ജസ്റ്റിസ് BR ഗവായിയാണ് ഈ നിരീക്ഷണം നടത്തിയത്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞത്, ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ്, അവരുടെ പ്രതിസന്ധികൾ കൂടി പരിഗണിക്കണം. അതായത് മനുഷ്യനെ ഇറക്കിവിട്ട് പരിസ്ഥിതി സംരക്ഷണം സാധ്യമാകില്ല എന്ന് കോടതി ഇന്നത്തെ നിർദ്ദേശത്തിലൂടെ വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് കേന്ദ്രവും ഒപ്പം കേരളവും. കാരണം വിധിയിൽ ഇളവുണ്ടാകും, കേരളത്തിന് ആശ്വാസകരമാകും എന്ന് തന്നെ വേണം ഈ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കേന്ദ്രത്തിന്റെ വാദത്തോട് യോജിപ്പെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയും ഈ കേസിൽ വാദം തുടരും. അശ്വതി. ശരി ആതിര. കണ്ണൂരിലെ വൈദികം റിസോർട്ടിൽ വിജിലൻസ് റെയ്ഡ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിലാണ് റെയ്ഡ്. വിവരങ്ങളുമായി മനു ഭാരത് ചേരുന്നു. മനു, എപ്പോഴാണ് ഈ റെയ്ഡ്, ഇന്നത്തെ റെയ്ഡ് ആരംഭിച്ചത്? ഇപ്പോഴും തുടരുകയാണ്? ഒരു അരമണിക്കൂർ മുമ്പാണ് അവിടെ വിജിലൻസ് സംഘം പരിശോധനയ്ക്ക് എത്തിയത്. കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി ബാബു പെരുങ്ങോത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ പരിശോധനകൾ നടത്തുന്നത്. ഇതൊരു ഒരു പ്രാഥമിക പരിശോധനയാണിത്. ഇതൊരു കേസ് രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റെയ്ഡോ അല്ല. പ്രാഥമികമായി ലഭിച്ച ഒരു പരാതിയുടെ ഭാഗമായി നടത്തുന്ന ചില അന്വേഷണങ്ങളാണ്. ഈ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ വിജിലൻസിന് ആദ്യവും ലഭിച്ചിരുന്നു. തുടർന്ന് ഇത് വിവാദമായ ഘട്ടത്തിൽ ആ പരാതികൾ വീണ്ടും വിജിലൻസിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഇതിന്റെ നിർമ്മാണത്തിൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ, ആ ഘട്ടങ്ങളിൽ എന്തെങ്കിലും ചട്ടലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വിജിലൻസ് ഗൈഡ് ലൈൻസുകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാനായി വിജിലൻസ് എത്തിയിട്ടുള്ളത്. അത് പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി മനു. പരിധിവിട്ട നിയമസഭയിൽ ഭരണപ്രതിപക്ഷ പോര്. സ്പീക്കറുടെ ഓഫീസ് ഉപരോധിച്ചായിരുന്നു നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അസാധാരണ പ്രതിഷേധം. സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷ MLA-മാർ ഭരണപക്ഷ MLA-മാരുമായും വാച്ച് ആൻഡ് വാർഡുമായും ഏറ്റുമുട്ടി. സംഘർഷത്തിൽ 5 പ്രതിപക്ഷ MLA-മാർക്കും 7 വാച്ച് ആൻഡ് വാർഡിനും പരിക്കേറ്റു. അസാധാരണ സംഭവ വികാസങ്ങളാണ് ഇന്ന് സഭയിലുണ്ടായത്. തുടർച്ചയായ 2ാം ദിവസവും അടിയന്തര പ്രമേയ നോട്ടീസ് പോലും പരിഗണിക്കാത്ത സ്പീക്കറുടെ നടപടിക്കെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ നിയമസഭ എന്തിനെന്ന ചോദ്യവുമായി പ്രതിപക്ഷം. നടപടികൾ വെട്ടിച്ചുരുക്കി സ്പീക്കർ. പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി അടിയന്തര നിയമസഭാ കക്ഷിയോഗം ചേർന്നു. സ്പീക്കറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷം ഓഫീസ് ഉപരോധിച്ചു. MLA-മാർക്ക് ചുറ്റും വലയം തീർത്ത് വാച്ച് ആൻഡ് വാർഡ്. പ്രതിപക്ഷ MLA-മാരും വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളും. ഭരണപക്ഷ MLA-മാർ മറുഭാഗത്ത് സംഘടിച്ചെത്തിയതോടെ ഏറ്റുമുട്ടൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലായി. സഭയിൽ നിന്നിറങ്ങിയ സ്പീക്കർക്ക് വഴിയൊരുക്കി ഭരണപക്ഷവും വാച്ച് ആൻഡ് വാർഡും.
സംഘർഷത്തിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കുഴഞ്ഞു വീണു. ഉമാ തോമസിനെയും KK രമയെയും കയ്യേറ്റം ചെയ്തെന്നും പരാതി. വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിൽ നിയമസഭാ സെക്രട്ടേറിയറ്റ് അന്വേഷണം തുടങ്ങി. കാര്യോപദേശക സമിതി യോഗം ചേർന്ന് നടപടിയിൽ തീരുമാനമെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റിയാസിന്റെ മന്ത്രിസ്ഥാനം മാനേജ്മെന്റ് ക്വാട്ടയാണെന്ന് VD സതീശൻ പരിഹസിച്ചു. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയാലും സ്പീക്കർക്കൊപ്പം എത്തുന്നില്ല എന്ന ആധിയാണ് മുഖ്യമന്ത്രിക്കെന്നും സതീശൻ വിമർശിച്ചു. മരുമകൻ എത്ര വലിയ PR വർക്ക് നടത്തിയിട്ടും സ്പീക്കറോടൊപ്പം എത്തുന്നില്ല എന്നുള്ള ആധിയാണ് സ്പീക്കറെ പരിഹാസപാത്രമാക്കി പ്രതിപക്ഷത്തിന്റെ ശത്രുവാക്കി മാറ്റി നിയമസഭാ നടപടിക്രമങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കുടുംബ അജണ്ടയാണ് ഇപ്പൊ സഭയിൽ നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പേപ്പർ ടേബിൾ ചെയ്യാൻ സ്പീക്കർ വിളിച്ചപ്പോൾ ആ പേപ്പർ ടേബിൾ ചെയ്യാനുള്ള വാചകം ഉണ്ടല്ലോ, ആ പേപ്പർ ടേബിൾ ചെയ്യണതിന് പകരം പ്രതിപക്ഷത്തിന്റെ നട്ടല് വാഴപ്പിണ്ടിയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. എന്ത് അധികാരമാണ് അയാൾക്കുള്ളത്? എന്ത് അധികാരമാണ് അയാൾക്കുള്ളത്? മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പേപ്പർ ലേ ചെയ്യാൻ എഴുന്നേറ്റ ഒരാൾ പ്രതിപക്ഷത്തിന്റെ നട്ടല് വാഴപ്പിണ്ടിയാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ റിയാസ് നടത്തിയ പരാമർശമാണ് സതീശനെ പ്രകോപിപ്പിച്ചത്. നട്ടല് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ പ്രതിപക്ഷം പറയുന്നത് സ്പീക്കർ കേൾക്കരുതെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ആൻസർ ആയിട്ട് പറഞ്ഞോ. യെസ് സാർ, നട്ടല് വാഴപ്പിണ്ടി കൊണ്ട് ഉണ്ടാക്കിയ പ്രതിപക്ഷം പറയുന്നത് പട്ടികയിൽ 228 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി VD സതീശന്റെ വിമർശനത്തിനെതിരെ റിയാസ് രംഗത്തെത്തി. സ്വന്തം പാർട്ടിയിൽ നിന്ന് അംഗീകാരം ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവിന് ഈഗോ ആണെന്ന് റിയാസ് തുറന്നടിച്ചു. BJPയുടെ പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് സതീശന്റെ പെരുമാറ്റമെന്നും റിയാസ് പറഞ്ഞു. ഒരു BJP പ്രതിപക്ഷ നേതാവിനെ പോലെ വളരെ ബോധപൂർവം BJP ആഗ്രഹിക്കുന്നത് പോലെ കേരള നിയമസഭയെ കൊണ്ടുപോകാനും BJP ഉദ്ദേശിക്കുന്നത് പോലുള്ള മുദ്രാവാക്യങ്ങൾ മാത്രം ഏറ്റെടുത്തു പോകാനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത്. ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ നിരവധി പേർ ജീവൻ കൊടുത്ത്, നിരവധി പേർ ഒരുപാട് ത്യാഗം സഹിച്ച്, അതൊന്നും പ്രതിപക്ഷ നേതാവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജീവിതത്തിൽ ഇന്ന് വരെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു ജയിൽവാസം ഒരു ദിവസം ഒരു 30 മിനിറ്റ് പോലും അനുഭവിക്കാത്ത വ്യക്തിക്ക് രാഷ്ട്രീയ ത്യാഗം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയുന്നത് 30 കൊല്ലം MLA ആയിരുന്നു, ഊണിലും ഉറക്കിലും സഭയിലും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് വേറെയൊന്നും അറിയില്ല. അദ്ദേഹത്തെ കണ്ട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വൈകുന്നേരം ഗുഡ് ഈവനിംഗ് പറഞ്ഞാൽ മാത്രമേ മന്ത്രിപ്പണി എടുക്കാൻ വേണ്ടി പറ്റൂ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെ അലമാറയിൽ അത് പൂട്ടിവെക്കുന്നതാണ് നല്ലത്. പ്രതിപക്ഷ നേതാവിനെ വിമർശിച്ച് മന്ത്രി P. രാജീവ് എന്തിനാണ് കുടുംബത്തെ വലിച്ചിടയ്ക്കുന്നതെന്നും ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും രാജീവ് ചോദിച്ചു. മന്ത്രി റിയാസിനെതിരായ പരാമർശത്തിലാണ് വിമർശനം. തരംതാണ രാഷ്ട്രീയ പ്രവർത്തനമാണ് VD സതീശന്റേതെന്നും രാജീവ് വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിനെ പോലൊരാൾ എന്തിനാണ് പെട്ടെന്ന് കുടുംബത്തെ വലിച്ചു കൊണ്ടുവരുന്നത്? നമ്മൾ ഏത് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കുടുംബ മാനേജ്മെന്റ് കോട്ട, കുടുംബത്തിന്റെ അജണ്ട, ഇതൊന്നും കേരളത്തിൽ ഒരു പ്രതിപക്ഷ നേതാവും ഒരു കാലത്തും പ്രയോഗിക്കാത്ത രീതികളാണ്. ഇവിടെ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുകളാണ്, ജനങ്ങളുടെ അംഗീകാരത്തോടെ വന്നവരാണ്. ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഭാഗമായതിനു ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നവർ നിങ്ങളെല്ലാവരും കാണുന്നതാണല്ലോ. പക്ഷെ ഇത്രമാത്രം തരംതാണ ഒരു രീതിയിലേക്ക് എന്തിനാണ് അദ്ദേഹം പോകുന്നത്? മന്ത്രി മുഹമ്മദ് റിയാസിനെ രൂക്ഷമായി പരിഹസിച്ച മുൻ MLA VT ബൽറാം സ്വപ്ന ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വന്ന് സ്വന്തം ഭാര്യയെയും അമ്മായി അച്ഛനെയും പഞ്ഞിക്കിടുമ്പോൾ അതിനോട് കമാന്നൊരക്ഷരം മറുപടി പറയാൻ ധൈര്യമില്ലാത്ത ഈ മൊയ്ന്താനാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നട്ടലിന്റെ ബലം പരിശോധിക്കാൻ വരുന്നതെന്ന് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. മുഹമ്മദ് റിയാസിന്റെ ചിത്രം പങ്കുവച്ചാണ് വിമർശനം.
പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ബ്രഹ്മപുരത്തെ തീ പെട്ടെന്ന് അണഞ്ഞുപോയതിന്റെ വിഷമമാണ് പ്രതിപക്ഷ നേതാവിനെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷ നേതാവിന് ബുദ്ധി ഉപദേശിക്കണമെന്നും വി കെ സനോജ് പറഞ്ഞു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സ്ഥാനത്തിന്റെ രാഷ്ട്രീയ അന്തസ്സ് കാത്തുസൂക്ഷിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. പ്രതിപക്ഷ നേതാവും യുഡിഎഫും ഉന്നയിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഓരോന്നായി കേരളത്തിൽ പൊളിഞ്ഞു പോവുകയാണ്. എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞുപോയപ്പോൾ പുതുതായി ഒന്നും ഉന്നയിക്കാനുള്ള ഘട്ടത്തിൽ മന്ത്രിമാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കുക തുടങ്ങി ഇതുവരെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ. നിയമസഭയിൽ ഇന്ന് നടന്ന സംഘർഷ രംഗങ്ങൾക്കിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേരെ കയ്യേറ്റമുണ്ടായോ? മുതിർന്ന നേതാവിനെ വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുമ്പോൾ ഭരണപക്ഷം ഇതിനെ ഖണ്ഡിക്കുന്നത് ന്യൂസ് 18 വാർത്ത ചൂണ്ടിക്കാട്ടിയാണ്. തിരുവഞ്ചൂർ ന്യൂസ് 18നോട് നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. സ്പീക്കറുടെ ഓഫീസിന് മുന്നിലെ പ്രതിഷേധമാണ് വേദി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കളത്തിലുണ്ട്. ഉന്തും തള്ളും പിടിവലിയും. മുതിർന്ന നേതാവ് തിരുവഞ്ചൂരിനെ വളഞ്ഞിട്ട് കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ചീഫ് മാസ്റ്ററിന്റെയും ഡെപ്യൂട്ടി ചീഫ് മാസ്റ്ററിന്റെയും നേതൃത്വത്തിൽ ആക്രമിച്ചത് ഈ സഭയിലെ തന്നെ ഏറ്റവും സീനിയറായ ഒരു ഡെപ്യൂട്ടി ചീഫ് എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. പക്ഷേ MLA-മാരോട് ചെയ്യരുതാത്ത മാതിരിയുള്ള ഒരു പെരുമാറ്റം ചില ആളുകളുടെ അവർ ചെയ്തതായിട്ടുള്ളത് ഞാൻ സാക്ഷിയാണ്. അത് മാത്രമല്ല, നിയമസഭാ മന്ദിരത്തിനകത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകാൻ പറ്റില്ല. ന്യൂസ് 18-ൽ തിരുവഞ്ചൂർ നടത്തിയ ഈ പ്രതികരണമാണ് പ്രതിരോധിക്കാൻ ഭരണപക്ഷം ആയുധമാക്കുന്നത്. ഇത് നിങ്ങളുടെ ന്യൂസ് 18-ന്റെ ശബ്ദം ഞാൻ കേൾപ്പിക്കാം. താങ്കൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ് സംഭവിച്ചത്? MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. എന്ത് ചെയ്യും? തിരുവഞ്ചൂർ പറയുകയാണ് പരസ്യമായിട്ട്, നിങ്ങളോടാ പറഞ്ഞു, ഞങ്ങളോട് ആരോടല്ല. MLA-മാരെ തടഞ്ഞു നിർത്തിയതായിട്ടാണ്. തലമുതിർന്ന നേതാവ് തിരുവഞ്ചൂർ ആ സന്ദർഭത്തിൽ ആത്മാർത്ഥമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 വാചകം നിങ്ങൾ കേട്ടില്ലേ? ഒന്ന്, MLA-മാരെ തടഞ്ഞു നിർത്തുന്നതായി കണ്ടിട്ടാണ് ഞാൻ ചെന്നത്. അപ്പൊ MLA-മാർക്കാരെയും തടഞ്ഞു നിർത്തലാണ്, ബലപ്രയോഗമല്ല. 2 ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞത് എനിക്ക് അങ്ങനെ ആക്ഷേപമേ ഇല്ല. അപ്പൊ തിരുവഞ്ചൂരിനെ പോലെ ഇത്ര പരിണതപ്രജ്ഞനായ ഒരാളെ പോലും പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയാത്ത കാര്യം പറഞ്ഞതിലേക്ക് വലിച്ചഴിക്കേണ്ട കാര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവടക്കം മുതിർന്ന നേതാവായ തിരുവഞ്ചൂരിന് നേരെ കയ്യേറ്റമുണ്ടായെന്ന് വാദിക്കുമ്പോൾ ഇടത് സൈബർ കേന്ദ്രങ്ങളിൽ ന്യൂസ് 18 വാർത്ത വൈറലാണ്. കൃഷ്ണൻ MLA കൂടി ടെലിഫോൺ ലൈനിലൂടെ. തിരുവഞ്ചൂർ, താങ്കൾക്ക് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി, താങ്കളെയും വാച്ച് ആൻഡ് വാർഡ് കയ്യേറ്റം ചെയ്തു എന്നാണ്. എന്താണ് സംഭവിച്ചത്? MLA-മാരെ തടഞ്ഞു നിർത്തുന്നത് കണ്ടിട്ട് ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ടുണ്ട്. പക്ഷെ കയ്യേറ്റം ഉണ്ടായി എന്നുള്ളത് എനിക്കൊരു ആക്ഷേപമൊന്നുമില്ല. ഒന്നിലും കൊള്ളില്ല, പഠിത്തത്തിലും സ്പോർട്സിലും ഒന്നിലും. ആകെ കൂടി എനിക്കറിയാവുന്ന ഇതാ. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന 12 ദിവസത്തെ മൗനത്തേക്കാൾ വലിയ അത്ഭുതമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അഴിമതിയാണ് തീപിടുത്തത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രസ്താവന. കമ്പനി നടത്തിയ അഴിമതിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. കമ്പനിയെ കുറ്റവിമുക്തമാക്കാനുള്ള റിപ്പോർട്ടാകും വരാൻ പോകുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചത് വിശ്വസനീയമായ അന്വേഷണമല്ലെന്നും സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നും വി മുരളീധരൻ പറഞ്ഞു. ബ്രഹ്മപുരം തീപിടുത്തത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 12 ദിവസമായി മുഖ്യമന്ത്രി തുടർന്നുകൊണ്ടിരുന്ന മൗനം, ആ മൗനം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. പക്ഷേ ആ പ്രസ്താവന കേട്ടപ്പോൾ 12 ദിവസത്തെ മൗനം സൃഷ്ടിച്ച അത്ഭുതത്തെക്കാൾ വലിയ അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഈ ബ്രഹ്മപുരത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ, ആ തീപിടുത്തത്തിന് പിന്നിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നത തലത്തിലുള്ള, കേരള സംസ്ഥാന ഭരണത്തിൻ്റെ ഉന്നത തലത്തിലുള്ള
ആളുകളെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള അഴിമതി, ആ അഴിമതിയാണ് ഈ തീപിടുത്തത്തിന് പിന്നിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ടായിട്ടുള്ളത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ബയോമൈനിംഗ് പൂർണ്ണ പരാജയമെന്ന ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി തീപിടുത്തമുണ്ടായത് കൊച്ചി കോർപ്പറേഷന്റെ പരാജയമാണെന്നും കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. അഗ്നിബാധയുണ്ടായാൽ ചെറുക്കുന്നതിനായി അടിയന്തര സംവിധാനങ്ങൾ ബ്രഹ്മപുരത്ത് സ്ഥാപിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന എംപവേർഡ് കമ്മിറ്റിയുടെ ആദ്യ യോഗം തീരുമാനിച്ചു. ബ്രഹ്മപുരത്ത് കൊച്ചിൻ കോർപ്പറേഷന് സംഭവിച്ച വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്നതാണ് റിപ്പോർട്ട്. സംസ്ഥാനതല നിരീക്ഷണ സമിതി ചെയർമാൻ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ളയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 2018 സമിതി നിലവിൽ വന്ന ശേഷമുണ്ടാവുന്ന 4ാം തീപിടുത്തമാണിത്. തീപിടുത്തത്തിന് ശേഷം അല്പം ഒച്ചപ്പാടുണ്ടാകുമെങ്കിലും അത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ലെന്ന കോർപ്പറേഷൻ ഭരണാധികാരികൾക്കുള്ള ഉറപ്പുകൊണ്ടാണ് ഈ അലംഭാവമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിക്കിടക്കുന്ന മാലിന്യം യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്കരിച്ചില്ലെങ്കിൽ തീപിടുത്തം ഇനിയുമുണ്ടാകും. പരിസ്ഥിതി നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ ബ്രഹ്മപുരത്ത് പൂർണ്ണമായും ലംഘിച്ചു. ഈ രീതിയിൽ ബയോമൈനിംഗ് മുന്നോട്ടു പോയാൽ അടുത്തൊന്നും അത് പൂർത്തിയാകില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ എംപവേർഡ് കമ്മിറ്റിയുടെ ആദ്യ യോഗവും ചേർന്നു. അഗ്നിബാധയുണ്ടായാൽ ചെറുക്കുന്നതിനായി അടിയന്തര സംവിധാനങ്ങൾ ബ്രഹ്മപുരത്ത് സ്ഥാപിക്കുമെന്നും ഇനി അവിടെ നടപ്പാക്കേണ്ട സംവിധാനങ്ങളെക്കുറിച്ച് അഗ്നിശമന സേന റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ ഉമേഷ് NSK പറഞ്ഞു. പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും അഗ്നിശമന രംഗത്ത് പ്രവർത്തിച്ച മുഴുവൻ പേർക്കും സ്ഥിരം ചികിത്സാ സംവിധാനം ഒരുക്കും. ഫയർ പേഴ്സണൽ വേണ്ടി പ്രത്യേക ക്യാമ്പ് കാക്കനാട് PHCയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് മാത്രമല്ലാതെ അവർ പല ജില്ലയിൽ നിന്ന് വന്നവരാണ്. സോ അവർ ഏത് ജില്ല തിരിച്ചു പോയാലും അവിടെ മന്ത്ലി എല്ലാ മന്ത്സും ചെക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതേസമയം കൊച്ചിൻ കോർപ്പറേഷന് മുന്നിലെ പ്രതിപക്ഷ കൗൺസിലർമാരുടെയും ജനകീയ സംഘടനകളുടെയും പ്രതിഷേധ പരിപാടികൾ ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരത്ത് സർക്കാർ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന മുൻ മേയർ ടോണി ചെമ്മണി കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാപരമായ തെറ്റാണെന്നും ടോണി ചെമ്മണി ആരോപിച്ചു. ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം ഇടുന്നത് അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനാണ്. അതിനെതിരെ കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ സമീപിക്കും. ഒരു വശത്ത് കോടതി നേരിട്ട് അന്വേഷണം നടത്തുകയും അതിന് അമിക്കസ് ക്യൂറി അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കുകയും ഇപ്പുറത്ത് ഗവൺമെന്റ് സമാന്തരമായി അന്വേഷിക്കുന്നത് അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട്. ഇടവേള. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണം പിൻവലിക്കാൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന വെളിപ്പെടുത്തലിൽ സ്വപ്ന സുരേഷിന് വക്കീൽ നോട്ടീസ് അയച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് MV ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വപ്നയുടെ പരാമർശം അപകീർത്തി ഉണ്ടാക്കിയെന്നും ആരോപണം പിൻവലിച്ച സ്വപ്ന മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. വിജേഷ് പിള്ളയ്ക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെതിരെ വിജേഷ് പിള്ള നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തും. കണ്ണൂർ യൂണിറ്റിനാണ് ചുമതല. നേരത്തെയും ഒത്തുതീർപ്പ് ആരോപണം ഉന്നയിച്ചപ്പോൾ സ്വപ്നയ്ക്കെതിരെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് കേസെടുപ്പിച്ച അതേ രീതി തുടരാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മുഖ്യമന്ത്രിക്ക് വേണ്ടി MV ഗോവിന്ദന്റെ ദൂതനായി ചെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന സ്വപ്നയുടെ ആരോപണത്തിനെതിരെ വിജേഷ് പിള്ള DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി സ്വപ്നയ്ക്കെതിരായ മറ്റൊരായുധമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. DGPക്ക് ലഭിച്ച പരാതി പ്രാഥമിക അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറി. വിജേഷിന്റെ ജില്ലയെന്ന നിലയിൽ കണ്ണൂർ യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. സാധാരണയായി DGPക്ക് ലഭിക്കുന്ന പരാതി കുറ്റകൃത്യം നടന്ന ജില്ലയിലെയോ അല്ലെങ്കിൽ പരാതിക്കാരന്റെ മേൽവിലാസമുള്ള ജില്ലയിലെയോ പോലീസ് മേധാവിക്കാണ് കൈമാറുന്നത്. ആ കീഴ്വഴക്കം മറികടന്ന് ലോക്കൽ പോലീസിനെ ഒഴിവാക്കി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതോടെ തുടരന്വേഷണത്തിനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ ഷാജ് കിരൺ വഴി ഒത്തുതീർപ്പിന് ശ്രമമെന്ന ആരോപണം ഉയർന്നപ്പോൾ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘത്തെക്കൊണ്ട് സ്വപ്നയ്ക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ആ അന്വേഷണം എങ്ങും എത്താതിരിക്കെയാണ് സ്വപ്നയെ സർക്കാർ സംവിധാനങ്ങളുടെ ചോദ്യമുനയിൽ ലഭിക്കുന്ന മറ്റൊരു അന്വേഷണത്തിന് കളമൊരുക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. KSRTCയിൽ 2ാം ഗഡു ശമ്പളം നൽകുന്നത് വൈകും. സർക്കാർ അനുവദിച്ച ധനസഹായം മതിയാകില്ല. ഇന്ധനത്തിനുള്ള തുകയെടുത്ത് ശമ്പളം നൽകാനാണ് മാനേജ്മെന്റ് ശ്രമം. അതേസമയം KSRTCയുടെ 4 ഡിപ്പോകൾ സ്വിഫ്റ്റിന് കൈമാറിയേക്കും. തിരുവനന്തപുരത്തെ 4 ഡിപ്പോകളാണ് സ്വിഫ്റ്റിന് കൈമാറുന്നത്. മാനേജ്മെന്റ് നടപടിക്കെതിരെ CITU യൂണിയൻ അടക്കം എതിർപ്പുമായി രംഗത്തുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വീണ്ടും സ്വർണ്ണവേട്ട. അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 640 ഗ്രാം സ്വർണം പിടികൂടി. ചങ്ങരംകുളം സ്വദേശി അക്ബറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത്. ധരിച്ചിരുന്ന 3 അടിവസ്ത്രങ്ങളിൽ ഒന്നിൽ സ്വർണം തേച്ച് പിടിപ്പിച്ചായിരുന്നു കടത്താൻ ശ്രമിച്ചത്. ഈ മാസം ഇതുവരെ 3 കിലോ 340 ഗ്രാം സ്വർണമാണ് 7 പേരിൽ നിന്നായി കസ്റ്റംസ് പിടികൂടിയത്.
താലിബാനുമായി സംഘപരിവാർ ധാരണ ഉണ്ടാക്കിയതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. താലിബാൻ കോഴിക്കോട് IIM-ൽ പഠനാർത്ഥം വരുന്നത് ഇതിന്റെ ഭാഗമാണ്. ഭീകരവാദവുമായി സംഘപരിവാർ കൈകോർക്കുകയാണ്. സ്ത്രീവിരുദ്ധതയാണ് താലിബാന്റെ മുഖമുദ്രയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇവിടെ തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കോഴ്സായിട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ വിഭാഗമൊന്ന് സ്ഥിരമായിട്ട് ഭീകരവാദ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് താലിബാനുമായി സംഘപരിവാർ വ്യക്തമായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. RSSും ജമാഅത്ത് ഇസ്ലാമെല്ലാമായിട്ടുള്ള ചർച്ചകളൊക്കെ ഏതെല്ലാം തലങ്ങളിലാണ് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പാനിപ്പത്തിൽ ചേർന്നിട്ടുള്ള സമാപിച്ചിട്ടുള്ള RSSന്റെ പ്രതിസഭ സ്ത്രീകൾക്ക് അംഗത്വം നൽകേണ്ടതില്ല എന്ന് വീണ്ടും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ നിലപാടെന്താണെന്ന് മുമ്പേ അറിയാം. സ്ത്രീവിരുദ്ധ മനുസ്മൃതിയാണ്. പാർലമെന്റിൽ തുടർച്ചയായ മൂന്നാം ദിവസവും രാഹുൽ ഗാന്ധി അദാനി വിഷയങ്ങളെ ചൊല്ലി ബഹളം. അദാനി വിവാദത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. അദാനി വിഷയത്തിൽ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. വിദേശ പര്യടനത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജോലിക്ക് ഭൂമി കോഴ ആരോപണ കേസിൽ ലാലു പ്രസാദ് യാദവിനും ഭാര്യ റാബ്രി ദേവിയും ഉൾപ്പെടെ 14 പേർക്ക് ജാമ്യം. ഡൽഹി കോടതിയാണ് 50,000 രൂപ ആൾജാമ്യത്തിൽ ജാമ്യം അനുവദിച്ചത്. ഇവർക്കെതിരെ CBI കുറ്റപത്രം തയ്യാറാക്കിയിരുന്നെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. നേരത്തെ കേസിൽ തേജസ്വി യാദവിന്റെ വീട്ടിലുൾപ്പെടെ 24 ഇടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. തമിഴ്നാട് രാജ്യസഭാംഗമായ തിരുച്ചി ശിവയുടെ വീടിന് നേരെ ആക്രമണം. DMK പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമിഴ്നാട് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ മന്ത്രിയുമായ KN നെഹ്റുവിന്റെ അനുയായികളാണ് വീട് ആക്രമിച്ചത്. തിരുച്ചിയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫീസേഴ്സ് കോളനിയിലെ വീടിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറും 2 ഇരുചക്ര വാഹനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. KN നെഹ്റുവിനെ പിന്തുണയ്ക്കുന്ന ഒരു സംഘം അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഏകപക്ഷീയമായി ആക്രമണം നടത്തിയെന്നാണ് ആരോപണം. സംഭവ സമയത്ത് തിരുച്ചി ശിവ വീട്ടിലുണ്ടായിരുന്നില്ല. SBO കോളനിയിൽ ബാഡ്മിന്റൺ കോർട്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നെഹ്റുവിന് നേരെ ശിവയുടെ അനുയായികൾ കരിങ്കൊടി കാട്ടിയതാണ് അക്രമത്തിന് പ്രകോപനമായത്. ചടങ്ങിൽ ശിവയെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അനുയായികൾ കരിങ്കൊടി കാണിച്ചത്. മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് ശിവയുടെ അനുയായികളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തന്നെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക എന്നതാണ് പാകിസ്ഥാൻ പോലീസിന്റെ യഥാർത്ഥ ഉദ്ദേശമെന്ന് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നാടകത്തിന്റെ ഭാഗമാണ് എന്ന് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആരോപിച്ചു. ലാഹോറിലെ വസതിയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ അനുയായികൾ തടഞ്ഞതിനോടനുബന്ധിച്ചാണ് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് നേതാവ് ട്വിറ്റർ പോസ്റ്റിൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അതേസമയം പാകിസ്ഥാൻ സുരക്ഷാ സേന ഇമ്രാൻഖാന്റെ വീടിന് സമീപത്ത് നിന്ന് പിൻവാങ്ങി. തോഷഖാനെ കേസിൽ ഇമ്രാൻഖാന്റെ അറസ്റ്റ് തടയുന്നതിനായി വീട് വളഞ്ഞ 100 കണക്കിന് അനുയായികൾക്ക് നേരെ സുരക്ഷാ സേന കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ് തുന്നിക്കെട്ടാനാകാതെ ദുരിതത്തിലായ കൊല്ലം പത്തനാപുരം സ്വദേശി ഷീബയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി KB ഗണേഷ് കുമാർ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് സൗജന്യ ചികിത്സയ്ക്ക് കളമൊരുങ്ങിയത്. അവരെ അഡ്മിറ്റ് ചെയ്തില്ല. ശ്രീകുമാർ എന്നൊരു ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ സർജറി ചെയ്യാനുള്ള സർജറിയുടെ ചുമതലയുള്ള. അദ്ദേഹം അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹം മാറിക്കളഞ്ഞു. സൂപ്രണ്ട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യണം. വീണ്ടും ഇവർ പറഞ്ഞു തിരിച്ചു നോക്കണം പറഞ്ഞു. ഈ ശ്രീകുമാർ RC ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ജനറൽ സർജറി വിഭാഗത്തിൻ്റെ തലവനാണ് എന്നാണ് അറിയുന്നത്. സ്വന്തം മണ്ഡലത്തിലെ രോഗിയുടെ ദുരിത ജീവിതം നിയമസഭയിൽ വൈകാരികമായി ഉന്നയിച്ചത് ഫലം കണ്ടു. പത്തനാപുരം വാഴപ്പാറ സ്വദേശിയായ ഷീബയ്ക്ക് സൗജന്യ ചികിത്സ നൽകുമെന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി വാഗ്ദാനം ചെയ്തു. ഗണേഷ് കുമാറിന്റെ MLA ഓഫീസിൽ നിന്നുള്ള വാഹനത്തിലാണ് ഷീബ കൊച്ചിയിലേക്ക് പോയത്. വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയിലാണ് ഷീബയുടെ ഗർഭാശയത്തിൽ മുഴ കണ്ടെത്തിയത്. തുടർന്ന് കൊല്ലത്തെ ഉപാസന ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി. 1.5 മാസത്തിനു ശേഷം ആരോഗ്യനില മോശമായതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വീണ്ടും ശസ്ത്രക്രിയ നടത്തി. എന്നാൽ വേദനയ്ക്ക് ഒട്ടും ശമനമുണ്ടായില്ല. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി.
ഭേദമാകാതെ വന്നതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു ദിവസം പോലും മെഡിക്കൽ കോളേജിൽ കിടത്തി തുടർ ചികിത്സ നൽകാൻ അധികൃതർ തയ്യാറായില്ല. ഓപ്പറേഷൻ നടത്തിയ ഭാഗം തുന്നിക്കെട്ടാതെയായിരുന്നു ഇതുവരെയുള്ള ഷീബയുടെ ജീവിതം. മെച്ചപ്പെട്ട ചികിത്സയിലൂടെ ദുരിത ജീവിതത്തെ മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഷീബ. ന്യൂസ് 18 കൊല്ലം. KPCC പുനഃസംഘടനയിൽ തർക്കങ്ങൾ പരിഹരിച്ചുവെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അഭിപ്രായങ്ങൾ പാർട്ടി അറിയിച്ചു. കോഴിക്കോട് അടക്കമുള്ള DCC പുനഃസംഘടനയിൽ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. പട്ടിക ഉടൻ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അത്ര ഗൗരവമുള്ള പ്രശ്നങ്ങളല്ല. കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ പരിഹരിക്കേണ്ട നടപടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടി മുന്നോട്ട് പോകേണ്ട തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അത്ര എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയുന്ന ശ്രീമാൻ KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ 3-4 മണിക്കൂർ യോഗം ചേർന്ന് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരെ അതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുമയോടുകൂടി അച്ചടക്കത്തോടെ മുന്നോട്ട് പോകണം എന്ന ആഹ്വാനമാണ് ആ മീറ്റിംഗ് എടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ യുവതിയുടെ ആത്മഹത്യാ ശ്രമം. തൃശൂർ സ്വദേശിയായ യുവതിയാണ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്ന് ആത്മഹത്യാ ശ്രമം തടഞ്ഞു. യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രൈം നന്ദകുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. സഞ്ചാരയോഗ്യമല്ലാത്ത വഴി പോലും ഇല്ലാത്തതുകൊണ്ട് ജനിച്ചു വളർന്ന മണ്ണ് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന ചില മനുഷ്യരുണ്ട് തലസ്ഥാനത്ത്. അമ്പൂരി നെല്ലിക്കാമലയിലെ കുടുംബങ്ങൾക്കാണ് ഈ ദുരവസ്ഥ. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 38 കിലോമീറ്റർ മാറിയാണ് 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന നെല്ലിക്കാമല. പ്രദേശത്ത് കുടിവെള്ളമില്ല, ഗതാഗത യോഗ്യമായ റോഡുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടുകളിലേക്ക് വാഹനങ്ങൾ എത്തില്ല. അസുഖം ബാധിച്ചാലോ മരിച്ചാലോ ചുമലിലേറ്റി മലയിറങ്ങണം. ആർക്കും വേണ്ടാത്തവരെ പോലെ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. ഞാൻ ജനിക്കുമ്പോൾ റോഡാണ്, ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. ആരടുത്തും വരാതെ പറയാം. MLA യും പരിചയമുണ്ട്, പിന്നെ MP യും പരിചയമുണ്ട്, നേതാക്കന്മാരെല്ലാം പരിചയമുണ്ട്. പക്ഷെ ചെയ്യണ്ടേ? സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ദുരിതം മാത്രം മാറുന്നില്ല. അത്യാവശ്യം ഒരു ആശുപത്രി കേസ് വന്നാലേ ഒന്ന് കൊണ്ടുപോകാനോ വണ്ടി കയറാനോ പറ്റുന്നില്ല. പിന്നെ കട്ടിൽ കൊണ്ട് ചുമന്നു കൊണ്ടുപോകണം. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ താഴോട്ട് പോകുന്നത്. പഞ്ചായത്തുകാരും സർക്കാരും ഒക്കെ റോഡ് വളരെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല പ്രാവശ്യം ഞങ്ങൾ പഞ്ചായത്തിലോട്ടും അയൽക്കൂട്ടത്തിലൊക്കെ കമ്മിറ്റി വരുമ്പോൾ കൊടുത്തിട്ടുണ്ട്, അപേക്ഷ പേപ്പർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. പരാതി നൽകിയിട്ട് എന്ത് കാര്യമെന്നാണ് മറ്റു ചിലർ ചോദിക്കുന്നത്. സഞ്ചാരയോഗ്യമായ വഴി പോലും ഇല്ലാത്തതുകൊണ്ട് ജനിച്ചു വളർന്ന മണ്ണ് ചിലർ ഇതിനോടകം ഉപേക്ഷിച്ചു കഴിഞ്ഞു. മറ്റു ചിലരാകട്ടെ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് വെച്ച് കാത്തിരിപ്പാണ്. റോഡ് ഒരിക്കലും പഞ്ചായത്തുകാർ നോക്കുകയില്ല. ഇലക്ഷന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണ ഒരു ചുമതലയല്ല അത്. അന്നത്തേനും മാത്രം അവർക്ക് ഇവിടെ ഈ റോഡിനും സങ്കടവും പ്രയാസമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഒഴിവായി പോകും. ചെയ്യാന്ന് പറയും ചെയ്യുന്നില്ലല്ലോ. റോഡാണ് അത്യാവശ്യം. ഒരാൾ മരിച്ചാൽ പോലും കൊണ്ടുവരാനും പറ്റില്ല, ഒരാൾ വീഴുന്നു കിടന്നാൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പരാതി പറയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ന്യൂസ് 18 തിരുവനന്തപുരം. വയനാടൻ ടൂറിസത്തിന് ആവേശം പകർന്ന KSRTC ജംഗിൾ സഫാരി പദ്ധതി ആരംഭിച്ച ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ KSRTCക്ക് മികച്ച വരുമാനമാണ് ലഭിച്ചത്. പദ്ധതി കൂടുതൽ ആകർഷകമാക്കാനാണ് തീരുമാനം. വിനോദസഞ്ചാര മേഖലയിലേക്ക് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിലാണ് KSRTC കടന്നു ചെല്ലുന്നത്. KSRTCയുടെ ജംഗിൾ സഫാരി വരുമാനത്തിൽ നേട്ടമാവുകയാണ്. ബത്തേരിയിലും മാനന്തവാടിയിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. അവധി ദിവസങ്ങളിലാണ് പ്രധാനമായും സർവീസ്. ബത്തേരിയിൽ നിന്നുള്ള സർവീസ് മുത്തങ്ങ വഴി വള്ളുവാടി പണയമ്മം വനാതിർത്തിയിലൂടെയാണ് നടക്കുന്നത്. ചേതലയം സന്ദർശിച്ച് ഡിപ്പോയിൽ തിരിച്ചെത്തും. മാനന്തവാടിയിൽ നിന്നുള്ള സർവീസ് ബാവലി, തോൽപ്പെട്ടി, തിരുനെല്ലി എന്നിവിടങ്ങൾ സന്ദർശിച്ച് ഡിപ്പോയിലെത്തും. 5 മാസത്തിനുള്ളിൽ 2 ഡിപ്പോകളിലുമായി 12 ലക്ഷത്തിലധികം രൂപയാണ് വരുമാനം ലഭിച്ചത്.
വന്യമൃഗങ്ങളെ കാണാനും കാനന ഭംഗി ആസ്വദിക്കാനുമായി ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി എത്തുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ജംഗിൾ സഫാരി ആരംഭിക്കുകയും ഏകദേശം 10,20,000 രൂപയോളം അതിലും വരുമാനം നേടാൻ കഴിഞ്ഞു. അതിന്റെ വൻ വിജയത്തിന് ശേഷം മാനന്തവാടിയിലും കഴിഞ്ഞ മാസം ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും നല്ല രീതിയിൽ പോകുന്നു. അതിൽ 82,000 രൂപയും കിട്ടി. ടോട്ടൽ ജംഗിൾ സഫാരി വയനാട്ടിൽ 11 ലക്ഷം രൂപ വരുമാനം KSRTCക്ക് ഈ ബഡ്ജറ്റ് ടൂറിസം വഴി ലഭിച്ചു. 2022 ബത്തേരിയിൽ ആരംഭിച്ച സ്ലീപ്പർ ബസ്സുകളും വൻ നേട്ടം കൊയ്യുകയാണ്. 9 ലക്ഷത്തോളം രൂപയാണ് വരുമാനമായി ഈ ഇനത്തിൽ ലഭിച്ചത്. മാനന്തവാടിയിലും സ്ലീപ്പർ ബസ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. വയനാട്ടില് KSRTC ആദ്യമായി ബത്തേരിയിലാണ് സ്ലീപ്പർ ബസ് ആഗസ്റ്റ് 11 തുടങ്ങിയത്. ഉദ്ഘാടനത്തിന് ശേഷം 28 ഫെബ്രുവരി 2023 വരെ 9,71,600 രൂപ നമ്മൾക്ക് ആ വഴി നേടാൻ കഴിഞ്ഞു. യാത്രക്കാർക്ക് രാത്രി തങ്ങാനുള്ള 500 കിടക്കകളുള്ള AC സ്ലീപ്പർ ബസ്, ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള അന്തർ സംസ്ഥാന സർവീസുകൾ ഇവ KSRTC ലക്ഷ്യമിടുന്നുണ്ട്. ഇത്തരം പദ്ധതിയിലൂടെ കോർപ്പറേഷന് സംസ്ഥാനത്ത് ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ചത് 11 കോടിയോളം രൂപയാണ്. ന്യൂസ് 18 വയനാട്. ദസറ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ നാനി ആലുവ UC കോളേജിലെത്തി. ഡാൻസ് കളിച്ചും സെൽഫി എടുത്തും നാനിയുടെ വരവ് വിദ്യാർത്ഥികൾ ആഘോഷമാക്കി. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ഒരു മാസ് എന്റർടൈനർ ചിത്രമായിരിക്കും ദസറ എന്ന് ഉറപ്പു നൽകിയാണ് താരം മടങ്ങിയത്. മാർച്ച് 30 റിലീസ് ചെയ്യുന്ന ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് താരം അഭ്യർത്ഥിച്ചു. നവാഗതനായ ശ്രീകാന്ത് ഒഡേല നാനിയെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളി താരം കീർത്തി സുരേഷാണ് നായിക. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.